എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ചേട്ടത്തരം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. കണ്ടില്ല, ഞാൻ നിങ്ങൾക്ക് അതൊന്നും കൂടി കാണിച്ചു തരാം. ഫാൻസ് അസോസിയേഷൻ ഒരുപാടുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോളൂ. വാവ്, കുട്ടികളാരും ഇത് കാണാൻ പാടില്ല കേട്ടോ. ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് കേൾക്കാൻ പാടില്ല, കാരണം കുട്ടികൾ ആരും ഇത് കാണാനും പാടില്ല. ഇത്രയും ചെറ്റത്തരാന്ന് ഇവൻ പറയുന്നത്. എല്ലാവരും കാണുന്നുണ്ട്, ഫാൻസ് അസോസിയേഷന്മാരെല്ലാവരും ഉണ്ടല്ലോ അല്ലേ. കണ്ടല്ലോ, ഒരുപാട് ഫാൻസ് അസോസിയേഷന്മാർ വിനായകനെതിരെ ഉണ്ട്. അതായത് വിനായകൻ്റെ അന്നത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി നിങ്ങളെ വീറും വാശിയൊക്കെ? എവിടെ പോയി? സാധാരണ ഏതൊരു നടനാണെങ്കിലും തൻ്റെ ആരാധകന്മാരെ കാണുമ്പോൾ എല്ലാവരോടും ഹായ്, എന്തൊക്കെയാണ്, സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുക ചെയ്യുക. ഈ വിനായകൻ എന്ന ചെറ്റ ചെയ്തത് എന്തെന്നാന്ന് നിങ്ങൾ കണ്ട? എന്ത് വൃത്തികേട കാണിക്കുന്നത്. ബാൽക്കണിയിൽ വന്നിട്ട് മുണ്ട് പൊക്കി കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവനൊക്കെ ഒന്ന് ശരിക്കും നാണവും മാനവും ഇല്ലേ എന്നാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. ഇത് എത്രാമത്തെ പ്രാവശ്യമായി ഇവനാ? അത് പറയേണ്ട ആവശ്യമില്ല. ഒരു കമ്മിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറവും കാണും എന്നുള്ളതാണ് വിനായകൻ ചേട്ടൻ കാണിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ വിനായകൻ വ്യത്യസ്തനാകുന്നത് അല്ലേ. എന്ത് ചെയ്താലെന്ത്, എന്ത് പറഞ്ഞാലെന്ത്, ഉടുമുണ്ട് മുങ്കിപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ മുണ്ട് പൊക്കി കാണിച്ചു കൊടുത്താലെന്ത്, ഇവിടെ ആരും ഒന്നും പറയൂല. നിങ്ങളൊക്കെ ഇവർക്കൊക്കെ സപ്പോർട്ടല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് പ്രചോദനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയും ചെറ്റത്തരം കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ മിണ്ടിയോ സിനിമാ ലോകത്തുനിന്ന്? മിണ്ടില്ല. അതാണ് സംഭവം. ഈ ബോച്ചേനെ അറസ്റ്റ് ചെയ്തത്, ബോച്ചൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. ബോച്ചേനെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവനെയും അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും തെണ്ടിത്തരമാണ് നടൻ വിനായകൻ കാണിച്ചു കൂട്ടിയത് അല്ലേ. അതായത് ഫ്ലാറ്റിൽ നിന്ന് നഗ്നതാ പ്രദർശനം താഴോട്ടേക്ക് നോക്കിയിട്ട്. ഇവനൊന്ന് ശരിക്കും നടനാണോ അല്ലെ കഞ്ചാവാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ശരാശരി അന്തംകമ്മി തന്നെ നമുക്ക് പറയാം ഇതിനെയൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. പിണറായി പോലീസ് എന്തെങ്കിലും കേസെടുക്കുമോ, അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം കാണിച്ചതിന് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. കാരണം അത്രയും വൃത്തികേടും ദണ്ഡിത്തരവുമാണ് ഈ വിനായകൻ ചെയ്ത് കാണിക്കുന്നത്. ആ ചെയ്ത് കാണിക്കുന്നത് ക്യാമറയിൽ പകർത്തിയതും എല്ലാ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത്? ബോച്ചേനെ നിങ്ങൾ വേഗം അകത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവനെ അകത്തിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. ബോച്ച ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബോച്ച കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാളെ വെറുതെ വിട്ടിട്ടുണ്ടാവും. ഇവൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്, അതുമാത്രമല്ല അന്തംകമ്മിയും കൂടിയാണ്, ചെഗുവിൻ്റെ സന്തതിയാണ്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ ഫ്രീ ആയിട്ട് വെറുതെ വിടും. നിങ്ങളിത് എഴുതി വെച്ചോളൂ. അത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. കഷ്ടം. നാടകമേ ഉലകം.